ഐഡിയാസ് MG യൂണിവേഴ്സിറ്റി UG ഏകജാലകം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സൈറ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ 7-ാം തീയതി വരെയാണ് നിലവിൽ ഡേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോസ്പെക്ടസ് ഏതൊരു ഇതാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പ്രോസ്പെക്ടസ് ഒന്ന് നോക്കണം. അപ്പോൾ പ്രോസ്പെക്ടസ് കിട്ടാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. mgu.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ സ്റ്റുഡൻറ്റ് അലോട്ട്മെൻറ്റ് ഫോർ ക്യാപ്പ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. അവിടെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യത്തത് അക്കൗണ്ട് ക്രിയേഷനാണ്. ഓർക്ക് അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഡേറ്റ് എഡിറ്റ് ചെയ്യാനൊക്കെ പിന്നെ അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ +2 രജിസ്ട്രേഷൻ നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് കാറ്റഗറി ആണെന്നുള്ളത്. ഈ ചില ക്വസ്റ്റ്യൻസിൻ്റെ നേരെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ ആരോ മാർക്ക് ഉള്ളത് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് അതിലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ ഒരെണ്ണം കിടപ്പുണ്ടാവും. ചിലപ്പോൾ ജനറലിൽ നിന്ന് കിടപ്പുണ്ടാവും. ജനറൽ അല്ലാത്തവർ ജനറൽ പോയി സെലക്ട് ചെയ്ത് കൊടുക്കരുത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഫോണിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ MGU ക്യാപ്പ് രജിസ്ട്രേഷൻ ഫോണിൽ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ചില കാര്യങ്ങൾക്ക് ആ ഡ്രോപ്പ് ഡൗൺ ഒന്നും ക്ലിയർ ആയിട്ട് കാണിക്കില്ല. അപ്പോൾ എപ്പോഴും നല്ലത് ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പിൽ ചെയ്യുന്നതാണ്. അക്ഷയയിലോ കഫേയിലോ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. ആ അക്ഷയയിലെ സാറിൻ്റെ അടുത്തോ കഫേയിലെ സാറിൻ്റെ അടുത്തോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയോ അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് പറയും, അത് നോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് അത് തന്നെ നിങ്ങൾ പ്രോസ്പെക്ടസ് വായിക്കുക. ഞാൻ പ്രോസ്പെക്ടസ് ഓടി ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്കുള്ള റിസർവേഷൻസ് എല്ലാം നിങ്ങൾ വാങ്ങിയെടുക്കണം. പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ പോയിൻറ്റ്സിൻ്റെ മാർക്ക് കിട്ടും. അപ്പോൾ അതൊന്നും കളയണ്ട. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി അക്കൗണ്ട് ക്രിയേഷൻ ഒഴിച്ച് ബാക്കി നിങ്ങൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ചിലവർ ആദ്യമേ തന്നെ പോയി ഒക്കെ അപ്ലൈ ചെയ്തവരുണ്ടാവും, എന്നിട്ട് മിസ്റ്റേക്ക് വരുത്തിയവരുണ്ടാവും. അപ്പോൾ അവർക്ക് തെറ്റ് തിരുത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സമയം തരാറുണ്ട് നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം. അപ്പോഴും സാധാരണഗതിയിൽ ഈ അക്കൗണ്ട് ക്രിയേഷനിൽ നമ്മൾ കൊടുത്ത കാര്യങ്ങൾ തിരുത്താൻ പറ്റാറില്ല. അത് എല്ലാ വർഷവും കുട്ടികൾ അങ്ങനെ തെറ്റുകൾ വരുത്താറുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ 2023 വരെ നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി 24 ഡേറ്റ മോഡിഫിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷനിൽ ചെയ്യാൻ തെറ്റിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയുള്ളൂ. അത് യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേഷൻ തെറ്റാതെ ഇനിയെങ്കിലും അത് ഞാൻ നിങ്ങൾക്ക് എവിടെ അതൊന്ന് നോക്കാനായിട്ട്, അതായത് എങ്ങനെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് നോക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൽ നോക്കി ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ചെയ്യാനിരിക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ പോവുക കേട്ടോ. ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ എന്താണ് എൻ്റെ എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ റിസർവേഷൻ ഉണ്ട് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ രണ്ടാമത്തെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സുള്ള കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ ഓപ്ഷൻ സെലക്ഷൻ. ഈ ഓപ്ഷൻ സെലക്ഷൻ വൈസ്ലി ചൂസ് ചെയ്യണം. കാരണം നമ്മളൊരു 20 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നമുക്കൊരു 10ാമത്തെ ഓപ്ഷൻ കിട്ടി. 10ാമത്തേന് താഴെയുള്ളതെല്ലാം തന്നെ ഡിലീറ്റ് ആയിട്ട് പോകും. സെക്കൻഡാമത്തെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ആ 1 മുതൽ 9 വരെയുള്ളതിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കൊണ്ടുപോയി സെൽഫൊന്നും കൊണ്ടുപോയി വെക്കരുത്. നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ ഫീസൊന്നും കുഴപ്പമില്ല, എനിക്ക് സെൽഫ് തന്നെ ഈ കോഴ്സ് അത്ര ഇഷ്ടമാണ് എന്നുള്ളവർക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് അബദ്ധത്തിൽ കൊണ്ടുപോയി സെൽഫ് ആദ്യം വെക്കരുത്. കാരണം ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടി, അതിന് താഴെയുള്ളതെല്ലാം ഡിലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ ആ താഴെയാണ് എയ്ഡഡൊക്കെ വന്നേക്കണമെങ്കിൽ പിന്നീട് അതിലേക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് അത് ഞാൻ ആ ഓർഡർ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ നമ്മൾ ആഗ്രഹിച്ച കോളേജിൽ സീറ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വൈസ്ലി ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ 10ാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടി, 10ാമത്തെ ഓപ്ഷനിൽ കിട്ടി ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ. സെക്കൻഡിൽ നമ്മൾ 1 തുടങ്ങി 9 പരിഗണിക്കുന്നതെന്ന് പറഞ്ഞു. സെക്കൻഡിൽ നമുക്ക് 7 കിട്ടുന്നതെങ്കിൽ 7 താഴെയുള്ള 8, 9 ഡിലീറ്റ് ആയിട്ട് പോകും. പിന്നെ 3ാമത്തേൽ 1 മുതൽ 6 വരെയാണ് നമ്മൾ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് ഓപ്ഷൻസ് കൊടുക്കാം. പിന്നെ ഇവിടെ നോട്ടിഫിക്കേഷനിൽ പറയേണ്ടത് നിങ്ങൾക്ക് പ്രോഗ്രാംസ് ഒക്കെ നോക്കാനായിട്ട് ഇവിടെ ഈ വെബ്സൈറ്റ് കണ്ടോ, വെബ്സൈറ്റിൽ കോളേജ് ആൻഡ് പ്രോഗ്രാംസ് എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട് കണ്ടോ. ഈ പ്രോഗ്രാംസ് എന്നുള്ള ഇങ്ങനെ നോക്കുമ്പോൾ പ്രോഗ്രാംസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാംസും അറിയാൻ പറ്റും, എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ആ പ്രോഗ്രാമിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ പ്രോഗ്രാം ഏതൊക്കെ കോളേജിലുണ്ട്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കിടക്കുന്നത് BA ഓണേഴ്സ് അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ. അത് സെൽഫ് ഫിനാൻസിങ് കോഴ്സായിട്ടാണ് ഈ MG യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കോളേജസിലും ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ കോളേജ് ഏതൊക്കെയാണ് ഉള്ളത്, ഏത് പ്രോഗ്രാമായിട്ടാണുള്ളത്, സ്പെഷ്യലൈസേഷൻ ഓഫേർഡ് എന്നുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ BA ഓണേഴ്സ് അനിമേഷൻ ആൻഡ് വിഷ്വൽ ഇഫക്റ്റ് അങ്ങനെയുള്ള കോഴ്സ് ഏതൊക്കെ കോളേജിലുണ്ട് എന്നുള്ളത് കൊടുക്കും. ഇപ്പോൾ BA എക്കണോമിക്സ് ഈ കിടക്കുന്ന കോഴ്സ് BA എക്കണോമിക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ കോളേജിൽ എയ്ഡഡ് ആണ്. ഇപ്പോൾ ആദ്യം കിടക്കുന്ന അല്ലമീൻ കോളേജ് എടത്തലയാണ്, അത് എയ്ഡഡ് കോഴ്സായിട്ടാണ് കിടക്കുന്നത്.
അപ്പോൾ സ്പെഷ്യലൈസേഷൻ ഫിനാൻസിലാണ് സ്പെഷ്യലൈസേഷൻ വന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാംസ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ പ്രോഗ്രാം ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലായില്ല നിങ്ങൾക്ക് ഇത് എവിടെ കിടക്കുന്നതെന്നുള്ളത്. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കോളേജ് ആൻഡ് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്താൽ ആദ്യം തന്നെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാംസ് അറിയാം. ആ പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ കോളേജിൽ അത് ഉണ്ടെന്നും ഏതൊക്കെ കോഴ്സായിട്ടാണ്, എയ്ഡഡും സെൽഫും തമ്മിൽ ഒരു വ്യത്യാസമുള്ളൂ. ചില കോളേജസ് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾക്ക് കുറച്ച് ഫെസിലിറ്റീസ് കൂടുതൽ കൊടുക്കും, ഫിസിക്കൽ ഫെസിലിറ്റീസ് ലൈക്ക് നല്ല ബിൽഡിങ്ങുകൾ, നല്ല ചെയർ, അങ്ങനെയൊക്കെ. അല്ലാതെ പഠിക്കുന്നതിലോ പഠിപ്പിക്കുന്നതിലോ ഒരു വ്യത്യാസമില്ല, ഫീസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ BA ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ എയ്ഡഡിൽ പോയി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇയർലി നമുക്കൊരു ഫീസ് വരുന്നുള്ളൂ, നമ്മുടെ എക്സാം ഫീസൊക്കെ വരുന്നുള്ളൂ, മനസ്സിലായോ? പിന്നെ സം വരുന്നുണ്ടെങ്കിൽ സം ഫീസ് അങ്ങനെ വരുന്നുള്ളൂ. പക്ഷേ അത് തന്നെ സെൽഫിൽ പഠിക്കുമ്പോൾ കുറച്ചധികം ഫീസ് വരും, മനസ്സിലാവുന്നുണ്ടോ? അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇനി അതിൽ തന്നെ നിങ്ങൾ ആ ഒരു കോളേജസ് ആൻഡ് പ്രോഗ്രാമിന് താഴെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മൈനേഴ്സ് കോളേജസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളുണ്ട്, ഇപ്പോൾ സെലക്ട് കോളേജ് എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ഡൗൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജാണ് വേണ്ടതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കോളേജിൻ്റെ കിട്ടും. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൈനോറിറ്റി കോളേജുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നടത്തുന്ന ട്രസ്റ്റുകൾ നടത്തുന്ന കോളേജുകൾ, അവിടെയൊക്കെ ആ കുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളത് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾ കൊടുക്കുക, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ. അപ്പോൾ ആ കുട്ടികളെ സാധാരണ മെറിറ്റിലും അവരെ പരിഗണിക്കും. അങ്ങനെയുള്ള കോളേജുകളിൽ ഇപ്പോൾ അലമീൻ കോളേജ് ആണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയാണ്, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അവിടെ റിസർവേഷനുണ്ട്. ഇപ്പോൾ UC കോളേജ് ആണെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഏതെങ്കിലും ട്രസ്റ്റുകൾ NSSO അങ്ങനെയുള്ള ട്രസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിലെ കുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ലാസ്റ്റൊക്കെ ആകുമ്പോൾ കമ്മ്യൂണിറ്റിയിലുണ്ടോ അല്ലെങ്കിൽ സ്പോർട്സ് കൾച്ചറൽ അങ്ങനെയുള്ള റിസർവേഷൻസിലുണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അവിടെ yes or no ഉണ്ടാവും. അത് നിങ്ങൾ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് പറഞ്ഞു. ഓപ്ഷൻ സെലക്ഷൻ്റെ സമയത്താണ് ഇങ്ങനെ മൈനോറിറ്റി കോളേജുകളുടെ കാര്യം പറഞ്ഞത്. ഇനി ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി, പക്ഷേ ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആണ് കാണിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ വീണ്ടും പേയ്മെൻറ്റ് ചെയ്യേണ്ട. വെറുതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പിന്നെ പൈസ പോയിക്കൊണ്ടിരിക്കും, അവിടെ ട്രാൻസാക്ഷൻ ഫെയിൽഡ് തന്നെ കാണിക്കും. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ 1-2 ദിവസം വെയിറ്റ് ചെയ്യാം. ഇനി ആ പൈസ ചിലപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ അവിടെ അത് സാങ്ഷനായിട്ട് ട്രാൻസാക്ഷൻ സക്സസ് ആയിട്ട് കാണിക്കും. എന്നിട്ട് മാത്രം അടുത്ത പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ആയില്ലെങ്കിൽ മാത്രം അടുത്ത പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഉടനെ നമ്മൾ ട്രാൻസാക്ഷൻ വീണ്ടും ചെയ്യേണ്ട, ഫെയിൽഡ് ആയിട്ട് കാണിച്ചാൽ പല കാരണങ്ങളുണ്ടാകും. നെറ്റ്വർക്ക് ഇഷ്യൂ, ബാങ്ക് ഇഷ്യൂ, അല്ലെങ്കിൽ സൈറ്റ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആണെങ്കിൽ ഉടനെ ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഇനി പേയ്മെൻറ്റ് നമുക്ക് ഓൺലൈൻ ചെയ്യാം. ഓക്കെ. അപ്ലോഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ എന്തെങ്കിലും റിസർവേഷൻ പറയുന്നുണ്ടെങ്കിൽ +2 നമ്മൾ മാർക്ക് ലിസ്റ്റ് എല്ലാവരും കൊടുക്കണം. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇൻകമൊക്കെ കുറവുള്ളവർ കൊടുക്കുക. പ്രധാനമന്ത്രി അന്ത്യയോജനയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതിലുള്ളവർക്ക് കൊടുക്കുക. 8 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവരെല്ലാം തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുക. നോൺ പ്രിവിലേജ് സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റിലൊക്കെ ഇൻകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സ്ഥലത്ത് അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, നേറ്റിവിറ്റി പ്രൂഫ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതിനൊക്കെ നമുക്കിപ്പോൾ SSLC സർട്ടിഫിക്കറ്റിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥലത്ത് SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം ചോദിക്കുമ്പോഴും അവിടെയും SSLC സർട്ടിഫിക്കറ്റ് മതിയാവുന്ന സ്ഥലത്താണെങ്കിൽ ഞാൻ ഓൾറെഡി അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടെ ബ്ലാങ്ക് ആക്കി ഇടരുത്. വീണ്ടും അവിടെ ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ അതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിൻ്റെ കാര്യം അതിൽ എത്ര സൈസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ സൈസിൽ കറക്റ്റായിട്ട് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെ ഫൈനൽ സബ്മിഷനാണ്. ഫൈനൽ സബ്മിഷനും ഫീ പേയ്മെൻറ്റും ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷനും യൂണിവേഴ്സിറ്റി അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഫൈനൽ സബ്മിഷൻ നിർബന്ധമായിട്ട് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞിട്ടായിരിക്കും കമ്മ്യൂണിറ്റി കോട്ടയുടെ ക്വസ്റ്റ്യൻസും സ്പോർട്സ് കോട്ടയുടെ ക്വസ്റ്റ്യൻസൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ yes or no ഏതാണോ അത് കൊടുക്കുക. ഇല്ലാത്തവരും yes or no എന്താണെന്നുള്ള ആ ക്വസ്റ്റ്യൻസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് എപ്പോഴും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്യാപ്പ് ID അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും ക്യാപ്പ് ID ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ആ പ്രിൻ്റ് ഔട്ടിൽ ശ്രദ്ധിക്കുക. നമ്മൾ എവിടെ അയച്ചൊന്നും കൊടുക്കണ്ട, പക്ഷെ നമ്മളത് സൂക്ഷിക്കണം. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി
ഇത് ഓരോന്നും ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ കണ്ടോ അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്താണ് വരുന്നതെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇനി നമുക്കിവിടെ ഫീ കാണണം എന്നുണ്ടെങ്കിൽ ഈ ഫീ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് എയ്ഡഡ് പ്രോഗ്രാമിൻ്റെ ഫീസും അൺഎയ്ഡഡ് പ്രോഗ്രാമിൻ്റെ ഫീസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് കോളേജ് ലെവൽ ഹെൽപ്പ് ഡെസ്കേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ട് ഇത് ഫില്ല് ചെയ്യുമോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഈ പ്രോസ്പെക്ടസ് വായിച്ചിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവരുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആ ചില കോളേജസൊക്കെ നമുക്ക് എല്ലാത്തിനും സഹായിക്കാറുണ്ട് ഈ ക്യാപ്പ് ഒക്കെ ചെയ്യാനായിട്ട്. നമുക്ക് അവിടെ പോയി അവരുടെ ലാബ് ഫെസിലിറ്റിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ വന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഇനി ഈ റിസോഴ്സസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കിടക്കുന്നുണ്ട്. നമ്മുടെ പ്രോസ്പെക്ടസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടെ അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് അതിൽ നോക്കാം. നമ്മുടെ ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. ഈ നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ് 7-ാം തീയതി ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവരൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നവർ അത് കഴിഞ്ഞിട്ട് അവരുടെ അതിന് മുമ്പ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ മോഡിഫിക്കേഷനും നമ്മുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും പിന്നെ പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ടൈം തരും. അപ്പോൾ ആ ഒരു ടൈമിൽ തെറ്റ് വരുത്തിയേക്കുന്നവർക്ക് തിരുത്താം. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും തരും. പക്ഷേ പുതിയ കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും അങ്ങനൊരു ടൈം തരും. പുതുതായിട്ട് കോളേജ് ആഡ് ചെയ്യാനായിട്ട് ട്രയൽ കഴിയുമ്പോൾ മാത്രം പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിക്ക് നിർബന്ധമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഫീസ് അടച്ചാലാണ് സെക്കൻഡിൽ പരിഗണിക്കുകയുള്ളൂ. അതിനുശേഷം ചിലവരുടെ അടുത്ത് കോളേജിൽ പോയി ജോയിൻ ചെയ്യും. കോളേജിൽ പോയി ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് അടക്കേണ്ട ഫീസ് അടക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടക്കാനുള്ളവർ അടച്ചു. അതിനുശേഷം എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിനുശേഷം പിന്നീട് നമ്മുടെ അടുത്ത് ചിലവരുടെ അടുത്ത് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടവരുണ്ടാവും. അല്ലെങ്കിൽ വേറൊരു ദിവസം കോളേജിൽ ജോയിൻ ചെയ്യാൻ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ അപ്പോൾ ആ ഒരു ടൈമിൽ പറയാം. അതനുസരിച്ചിട്ട് നിങ്ങൾ എപ്പോഴും വെബ്സൈറ്റ് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണവരുണ്ടാവും, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ നിങ്ങൾ തന്നെ വെബ്സൈറ്റ് നോക്കണം. അവരെന്തെങ്കിലും കാരണവശാൽ ഒന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആണ് അഡ്മിഷൻ്റെ പോകുന്നത്. സോ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം, വെബ്സൈറ്റ് നോക്കണം. അപ്പോൾ ഈ നമ്മളുടെ ഡേറ്റ മോഡിഫിക്കേഷനും റീഅറേഞ്ച്മെൻറ്റും നമുക്ക് ഓരോ ഇത് കഴിയുമ്പോഴും കിട്ടില്ല. നമുക്ക് ട്രയലിൽ മാത്രമാണ് ഡേറ്റ മോഡിഫിക്കേഷനും പുതിയ കോളേജുകൾ ആഡ് ചെയ്യാനും പറ്റുള്ളൂ. ഫസ്റ്റും സെക്കൻഡും തേർഡും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് മാറ്റി വെക്കാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 3 അലോട്ട്മെൻറ്റുകൾ കഴിയുമ്പോൾ തന്നെ ക്ലാസ്സുകൾ തുടങ്ങും. പിന്നെ ക്ലാസ്സുകൾ തുടങ്ങിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് മാറ്റാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഇവിടെ 40ാമത് കിടക്കുന്ന ഒരു കാര്യമുണ്ട്, ഡേറ്റ് ഓഫ് ക്ലോസിങ് അഡ്മിഷൻ. ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് കോളേജുകൾ മാറാം. എത്ര കോളേജ് മാറിയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത കോഴ്സിൽ ദയവായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കല്ലേ. കാരണം നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾ കോളേജ് മാറുന്ന ബുദ്ധിമുട്ട്, ഫ്രണ്ട്സ് അവിടെ കിട്ടിപ്പോയി, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കോളേജുകൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജോ കോഴ്സോ ആണോ കിട്ടിയേക്കണമെങ്കിൽ മാറാതിരിക്കരുത്. ഡേറ്റ് ഓഫ് ക്ലോസിങ് അഡ്മിഷൻ വരെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യും, ഫീസും റിട്ടേൺ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് കോളേജുകൾ മാറുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ ഈ 3 അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ക്ലാസ്സുകൾ തുടങ്ങും. നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കില്ല. ഇനി പഠിപ്പിച്ചൊക്കെ തുടങ്ങിയാലും ഈ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഒന്നും കറക്റ്റ് ടൈമത്ത് സാധാരണ വരാറില്ല. യൂണിവേഴ്സിറ്റിയുടെ കുഴപ്പമില്ല, പല കാര്യങ്ങൾ കൊണ്ട് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സെക്കൻഡ് സെം ആകുമ്പോഴായിരിക്കും ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാനൊക്കെ പറ്റും, ഒരുപാടൊന്നും പോകില്ല. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ കോളേജ് കിട്ടുന്നത് വരെ നിങ്ങൾ ഈ പറയുന്ന ഡേറ്റ് ഓഫ് ക്ലോസിങ് അഡ്മിഷന് വരെ നിങ്ങൾക്ക് കോളേജുകൾ മാറാം. ഇനിയിപ്പോൾ ചിലപ്പോൾ കോളേജിൽ പോയി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് പോരുമ്പോൾ നിങ്ങൾക്ക് TC കിട്ടുന്നത് ആ കോളേജിൻ്റെ TC ആയിരിക്കും. അതൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, ഈ കോഴ്സ് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവരെ നിങ്ങൾക്ക് കോളേജുകൾ മാറാം. അപ്പോൾ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ SC STയുടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തും, 1ഉം 2ഉം. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും, 1ഉം 2ഉം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു സമയത്താണ് കുറച്ച് കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നത്. കാരണം എഞ്ചിനീയറിംഗ്, മെഡിസിൻ, BSc നഴ്സിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പോകും. അപ്പോൾ സീറ്റ് വേക്കൻസി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി എന്നൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നല്ല കോളേജുകളിലൊക്കെ സീറ്റ് വേക്കൻസി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ടൈം വരെ മാറുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം വരെ നിങ്ങൾ ക്ലോസിങ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ വരെ നിങ്ങൾ മാറാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ ഒരു
പറഞ്ഞു വന്നത് ഇതാണ്, നമുക്കപ്പോൾ സപ്ലിമെൻ്ററി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ സപ്ലിമെൻ്ററിയിൽ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് കൊടുക്കാം. ഇപ്പോൾ ചിലവർ എഞ്ചിനീയറിംഗ് മെഡിക്കലൊക്കെ നോക്കിയിരുന്നിട്ട് കിട്ടിയില്ല, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഡിഗ്രി ഒരു വർഷം ഒന്ന് പോയിട്ട് പിന്നീട് അടുത്ത വർഷം ഒന്നും കൂടി എഴുതാമെന്നൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം. ഇനി കിട്ടി പക്ഷേ കോളേജ് തൃപ്തിയല്ല എന്നുള്ളവർക്ക് കൊടുക്കാം. ഇനി അതല്ല ഇതുവരെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ, അതായത് ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, നമുക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴോ അലോട്ട്മെൻറ്റ് കിട്ടി, സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ഡേറ്റയും ആ സർട്ടിഫിക്കറ്റിൽ കാണുന്ന ഡേറ്റയും വ്യത്യാസം വന്നുകൊണ്ട് അഡ്മിഷൻ ക്യാൻസലായിപ്പോയി. അങ്ങനെയുള്ളവർക്ക് ആ ഡേറ്റ മോഡിഫൈ ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ കുറേ ചോയ്സസ് ഈ ഒരു ടൈമിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ആ ഒരു പ്രൊസീജിയർ, പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ സീറ്റ് വേക്കൻസി ഉള്ളത് അതത് കോളേജുകൾ ആ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് അവർ ചിലപ്പോൾ കോൾ ചെയ്യാം. ആദ്യത്തെ ഒരു ലിസ്റ്റ് മാത്രം ചിലപ്പോൾ വെബ്സൈറ്റിലായിരിക്കും ഉണ്ടാവുക, പിന്നെ നിങ്ങൾ ചിലപ്പോൾ കോൾ ചെയ്യുമായിരിക്കും ചെയ്യണത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലർ, അവിടെ അഡ്മിഷൻ തീർന്നു എന്ന് വിചാരിക്കരുത്. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലും അഡ്മിഷൻ ക്ലോസ് ആയി എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സാണെങ്കിൽ വീണ്ടും വീണ്ടും എടുത്ത് പറയുവാണ്, അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കണം എന്നില്ല. ഈ ഒരു ഡേറ്റ് ഓഫ് ക്ലോസിങ് അഡ്മിഷൻ്റെ ടൈം വരെ കാര്യങ്ങൾ നടക്കും. നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക, പിന്നെ നിങ്ങളുടെ ഫോണൊക്കെ ഒന്ന് ഇതിൽ കൊടുത്തേക്കുന്ന നമ്പർ ഒന്ന് ഇടയ്ക്ക് എന്തെങ്കിലും മെസ്സേജുകളോ കോളോ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. അതൊരു കോൾ വന്നാൽ അറിയുന്ന രീതിയിലായിരിക്കാമെന്ന് വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്. കാരണം ചിലവർ നമ്മൾ കേൾക്കാറുണ്ട്, അപ്പോൾ ആ ബുദ്ധിമുട്ട് ഉപയോഗിച്ചിട്ട് കിട്ടിയ കോഴ്സിൽ പഠിച്ചു, അത് കഴിഞ്ഞ് 2 ഇതൊക്കെ വരുമ്പോൾ മുഴുവൻ സപ്ലിയും വെച്ച് വാങ്ങിയിട്ട് എനിക്കിഷ്ടമുള്ളത്തെ കോഴ്സാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല, ഇനിയിപ്പോൾ എത്ര ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ലെങ്കിൽ ആ കിട്ടിയ കോഴ്സ് പഠിക്കുക കേട്ടോ, ഒരു ഡിഗ്രി ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ബോറാക്കി വെക്കരുത്. പിന്നെ ഇവിടെ പോയിൻറ്റ്സ് നമ്മൾ ഒരു 14ാമത്തെ പേജിലൊക്കെ മുതൽ നമുക്ക് എന്തിനൊക്കെ പോയിൻറ്റ്സ് ഉണ്ടെന്നുള്ളതുണ്ട്. പല ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനൊക്കെ പോയിൻറ്റ്സ്, ഇപ്പോൾ കലോത്സവത്തിൽ വരെ പോയിൻറ്റ്സ് ഉണ്ട്. എ ഗ്രേഡും ബി ഗ്രേഡും സി ഗ്രേഡ് കിട്ടിയവർക്കും പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ കൊടുത്താൽ പോയിൻറ്റ്സ് ഒക്കെ വാങ്ങാം കേട്ടോ. ഒരു പോയിൻ്റ് ആണെങ്കിൽ അത് കളയണ്ട, കാരണം നമ്മുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റുകൾ കൂടുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. NCC NSSൻ്റെ പോയിൻ്റ് ഉണ്ട്, 15 മാർക്ക് ബോണസ് പോയിൻ്റ് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഉള്ളവർ എസ് ആണെങ്കിൽ എസ് കൊടുക്കുക. സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ സർട്ടിഫിക്കറ്റിൽ ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് സാധാരണ അങ്ങനെ ചോദിക്കാറില്ല, കാരണം ആ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാത്തൊരു സമയം പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ്റെ സമയത്താണ് സാധാരണ പറയാറ്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഇപ്പോൾ കൊടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുക, അല്ലെങ്കിൽ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കുക. എന്തായാലും NCC NSS ഉണ്ടോ എന്നുള്ള ക്വസ്റ്റിന് അങ്ങനെയുള്ളവർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റുമെങ്കിൽ എസ് എന്നുള്ളത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അവിടെ കോഴ്സുകൾ നിങ്ങൾ കണ്ടു, കോഴ്സ് ലിസ്റ്റ്, അതല്ലാതെ പ്രോസ്പെക്ടസിലും ഓരോ കോളേജുകളുടെ ഓരോ കോഴ്സുകളും ഒക്കെ അതിൻ്റെ എലിജിബിലിറ്റിയും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മൈനോറിറ്റി കോളേജുകളിൽ അതത് സീറ്റുകൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ചിലവർ 8 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് ചിലപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ളവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് കൊടുക്കണം. എന്നാലാണ് ഈ മൈനോറിറ്റി കോളേജുകളിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയുടെ ട്രസ്റ്റ് കോട്ടയുടെയൊക്കെ സീറ്റുകളോ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ, അത് ഓർക്കാം. അപ്പോൾ ഈ പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് ആ കോളേജുകളുടെ ലിസ്റ്റ് കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതിലുണ്ട് നിങ്ങൾക്ക് ആ ലിസ്റ്റ്. പിന്നെ ഇതുണ്ടോ, ഈ പേജ് നമ്പർ 43 മുതൽ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇവിടെ ഈ കാറ്റഗറിയുടെ നേരെ നോക്കിയേ, ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട് കേട്ടോ, സെലക്ട് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടൊരു ഡ്രോപ്പ് ഡൗൺ. അങ്ങനെ ഡ്രോപ്പ് ഡൗൺ ഉള്ളത് ഡ്രോപ്പ് ഡൗൺ തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇനി ചെയ്യാത്തവർ ഇതൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ സ്വയം ചെയ്യുവാണെങ്കിലും അക്ഷയയിലൊക്കെ ആണെങ്കിലും നിങ്ങളതൊന്ന് മെൻഷൻ ചെയ്യുക, അതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഇതുവരെ ചെയ്യാത്തവർ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. എയ്ഡഡ് കോളേജുകളുടെ ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അല്ലമീൻ ആദ്യം വരുന്നത് ആൽഫബറ്റിക് ഓർഡർ ആയതുകൊണ്ടാണ്. അല്ലമീൻ്റെ കോഴ്സുകൾ എത്ര ഇൻടേക്ക് എടുക്കുന്നുണ്ട്, ആ പ്രോഗ്രാം ഏതാണ്, സെൽഫാണോ എയ്ഡഡ് ആണോ, പിന്നെ മേജർ പ്രോഗ്രാമും സ്പെഷ്യലൈസേഷൻ എന്താണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് പേജ് നമ്പർ 52 തുടങ്ങിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോഗ്രാംസിൻ്റെ അതിൽ ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ഇതിൽ ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഏത് കോളേജാണ്, വുമൺസ് ആണോ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കോളേജാണോ, അങ്ങനെയൊക്കെ ആൽഫബറ്റിക് ഓർഡറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോളേജ് റാങ്കിങ്ങിൻ്റെ ബേസിലൊന്നുമല്ല, ആൽഫബറ്റിക് ഓർഡറിലാണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ ഏതൊക്കെ കോളേജുകൾ വരുന്നുണ്ട് എന്നുള്ള ചോയ്സും ഓപ്ഷൻസൊക്കെ കൊടുക്കുക. അപ്പോൾ ചിലവർ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. സാധാരണ കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ കമ്മ്യൂണിറ്റി കോട്ട കൊടുക്കുമ്പോൾ എയ്ഡഡ് പ്രോഗ്രാമുകൾക്ക് മാത്രമാണ് നമുക്ക് സീറ്റുള്ളൂ. സെൽഫിൽ സാധാരണ കിട്ടാറില്ല. അതിന് നമ്മൾ മറ്റേ കോട്ട വഴി തന്നെ കൊടുക്കണം സാധാരണ ഇതിൽ. അപ്പോൾ അതും കൂടി നമുക്ക് ഓർക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്, ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, അതിലൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ടേക്ക് കെയർ. താങ്ക് യു.